ഹലോ ഗേസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡ് കേട്ട് തുടങ്ങാം. നിങ്ങൾ വിചാരിക്കും രാവിലെ എന്താ ഞാനിങ്ങനെ ഒരുങ്ങിയിരിക്കുന്നത്. രാവിലെ പ്രെയറിന് പോയിട്ട്, അതായത് പള്ളിയിൽ പോയി മാസ് കണ്ടിട്ട് വരുന്ന വഴിയാണ്. അപ്പോൾ വീഡിയോ ചെയ്തിട്ടേക്കാന്ന് കരുതി. അപ്പോൾ ഓക്കെ, നമുക്ക് തുടങ്ങാം. വിദൂരത്തേക്ക് അകന്നകന്നു പോകുന്ന മൈമുനയുടെ മയ്യത്തിനൊപ്പം മുഴങ്ങുന്ന കരച്ചിൽ ആ വീടിനെ പ്രകമ്പനം കൊള്ളിച്ചു കൊണ്ടേയിരുന്നു. മകളുടെ മരണവാർത്ത അറിഞ്ഞ നിമിഷം വീണുപോയതാണ് ഖദീജ ഉമ്മ. പിന്നെ അവരിൽ നിന്നും ഒരു വാക്ക് പുറത്തേക്ക് വന്നിട്ടില്ല. രണ്ട് ചെന്നിയിലൂടെയും ചാലിട്ടൊഴുകുന്ന കണ്ണീർത്തുള്ളികൾ മാത്രമാണ് അവരിൽ ജീവൻ അവശേഷിക്കുന്നു എന്നതിൻ്റെ തെളിവ്. അവർക്കരികിൽ തലകുമ്പിട്ട് ഉപ്പ നിശബ്ദനായിട്ടിരുന്നു. ഉമ്മാൻ്റെ മടിയെ തലവെച്ച് മുസാഫർ അങ്ങനെ കിടന്നു. തനിക്കിനി ഒരിക്കൽ കൂടി കാണാൻ കഴിയാത്ത തൻ്റെ ഭാര്യയുടെ മയ്യത്ത് തന്നിൽ നിന്ന് അകന്ന് ദൂരേക്ക് പോകുന്നത് അവൻ അറിയുന്നില്ല. അവൻ്റെ ബോധമണ്ഡലത്തിൽ ഇപ്പോൾ നിറഞ്ഞു നിൽക്കുന്ന സ്വപ്നം പുഞ്ചിരിയോടെ തങ്ങളുടെ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് നിൽക്കുന്ന മൈമുന മാത്രം. ആ ഓർമ്മയിൽ മുഴുകി അവൻ അങ്ങനെ കിടന്നു. ഉമ്മയുടെ മടിയിൽ അരികിൽ മുസാഫറിൻ്റെ അവസ്ഥ കണ്ട് നെഞ്ചുപൊടിയുന്ന വേദനയോടെ അവൻ്റെ തുസിരുന്നു. മയ്യത്ത് കബറിലടക്കി എല്ലാവരും വീട്ടിൽ തിരിച്ചെത്തിയതും 3 ഇക്കാമാരും മുസാഫറിൻ്റെ അരികിലെത്തി. അവൻ ജീവനായി കരുതിക്കൊണ്ടിരുന്ന ഭാര്യയും മകളും നഷ്ടപ്പെട്ടതറിഞ്ഞ് തകർന്ന് തരിപ്പണമായി എല്ലാം നഷ്ടപ്പെട്ട് സ്വന്തം ചേതന പോലും നഷ്ടപ്പെട്ട ഒരു മനുഷ്യനാണെന്ന് പരിഗണന പോലും അവർ മുസാഫറിന് കൊടുത്തില്ല. അതിലൊരിക്ക കിടന്ന കിടപ്പിൽ അവനെ അവിടെ ഇട്ട് ചവിട്ടി. എന്നിട്ട് മുരണ്ടു, ഇറങ്ങിക്കൊള്ളണം ഇപ്പോൾ ഈ വീട്ടിൽ നിന്നും. നീ കാരണമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ പെങ്ങളെ എന്നേക്കുമായി നഷ്ടമായത്. മുസാഫറിൻ്റെ ഉമ്മയും ഇത്തൂസം കരഞ്ഞുകൊണ്ട് മകനെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞ് കാലിൽ പിടിച്ചുകൊണ്ടിരുന്നു. പിന്നെയും അവനെ ചവിട്ടാൻ കാലുപൊക്കിയയുടെ കാലിൽ ഉമ്മ കയറി പിടിച്ച് ഉപദ്രവിക്കുന്നു പറഞ്ഞുകൊണ്ട്. അപ്പോഴേക്കും ബഹളം കേട്ട് മുസാഫറിൻ്റെ ഉപ്പയും അകത്തേക്ക് വന്നു. അയാളുടെ കണ്ണിൽ കനലെരിഞ്ഞു. അയാൾ ദേഷ്യപ്പെട്ടുകൊണ്ട് മൈമുനയുടെ സഹോദരങ്ങളെ തള്ളിമാറ്റി. പിന്നെ മകനെ തറയിൽ നിന്നും പിടിച്ചെഴുന്നേൽപ്പിച്ചു നേരെ പുറത്തേക്ക്. അപ്പോഴും തന്നെ എന്തിനാണ് ഉപദ്രവിച്ചതെന്ന് കൂടി മനസ്സിലാക്കാതെ ഒരു കൊച്ചുകുട്ടിയെപ്പോലെ മുസാഫർ ഉമ്മയുടെയും ഉപ്പാൻ്റെയും കൂടെ പുറത്തേക്ക്. അളിയനും കുട്ടികളെ മയ്യത്തെടുക്കുന്നതിന് മുമ്പ് വീട്ടിലേക്ക് മടങ്ങിയിരുന്നു. ഒരാൾക്ക് നല്ല പനിയുണ്ടായിരുന്നു. അതാണ് നേരത്തെ പോകാൻ കാരണം. അവൻ്റെ ആ പോക്ക് നോക്കി ഇക്കാൻ്റെ ഭാര്യമാർ വിഷമത്തോടെ നിന്ന്. അവർക്കറിയാം, അല്ലെങ്കിൽ മനസ്സിലാവും ഇപ്പോൾ അവൻ്റെ അവസ്ഥ. തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടതിൻ്റെ വേദന അവരുടെ കണ്ണുകളിൽ അന്ധതയായി മാറിയിരിക്കും. അതാണ് അവരിങ്ങനെ പെരുമാറുന്നത്. കണ്ണീര് കൊണ്ട് കണ്ണ് കാണാതെ മകനെയും കൊണ്ട് ആ വീടിൻ്റെ പടി കിടന്ന് ആ ഉപ്പയും ഉമ്മയും മുന്നോട്ട് നടക്കുമ്പോൾ അവരെ അറിയാതെ ഓർത്തുപോയി, അല്ലാ, എന്തപരാധം എൻ്റെ മകൻ ചെയ്തു, ഇത്രയകം വേദന അവന് വേണ്ടി വാരിക്കൊടുക്കാൻ. നെഞ്ചകം പൊട്ടി വിതുമ്പെത്തി തന്നെ ഓർത്തു. അത്രമേൽ വേദനയോടെ ആ പിടച്ചിൽ ഉള്ളിൽ തൂകുമ്പോൾ അവർ ഓർത്തു, ജീവനായി കരുതിയ സ്നേഹിക്കുന്ന കൂടപ്പിറപ്പ് ഒന്നും അറിയുന്നില്ല, കേൾക്കുന്നില്ല. അത്രയ്ക്ക് മറന്നുള്ള നടപ്പാണ്. അത്രയ്ക്കും തകർന്ന് തരിപ്പണമായി പോയിട്ടുണ്ട് അവിടെ മരണം. അതാണ് അവൻ്റെ ചേതനയിൽ ഇപ്പോൾ യാതൊന്നുമില്ലാത്തത്. യാതൊന്നും അറിയുന്നില്ല അവൻ. വഴിയിൽ കൈ കാണിച്ച് ഹോട്ടലിൽ കയറി പോകുമ്പോൾ അവർ ഓർത്തു, മകൻ്റെ കാർ ആ വീട്ടുമുറ്റത്ത് കിടപ്പുണ്ട്. വീട്ടിൽ ചെന്ന് കയറിയതും പക്ഷേ തിരിച്ചു ചെന്ന കാറെടുക്കാനുള്ള ധൈര്യമാർക്കുമില്ല. വീട്ടിൽ ചെന്ന് കയറിയത് മുസാഫിൻ്റെ ഭാവം മാറി. അവൻ വീട് മുഴുവൻ കണ്ണുകൾ കൊണ്ടെന്ന് പരതി. അപ്പോൾ തന്നെ വന്നു ചോദ്യം, ഇത് നമ്മുടെ വീടല്ലേ? എവിടെ എൻ്റെ മൈമുനയും മോളും? എനിക്ക് പോകണം, എനിക്കെൻ്റെ മോളെ കാണണം. ഉമ്മച്ചി കണ്ടോ എൻ്റെ മോളെ? എത്ര സുന്ദരിയാ എൻ്റെ മോള്, ഒരു സുന്ദരി മോളാ മൈമുനയെപ്പോലെ. ചിരിച്ചുകൊണ്ട് പൂത്തിരി കത്തിയ മുഖവുമായി തൻ്റെ മകളെപ്പറ്റി പറയുന്ന മകനെ കണ്ടതും ആ ഉമ്മയ്ക്ക് കരച്ചിലടക്കാൻ ഒട്ടും പറ്റിയില്ല. നടന്ന് വീടിന് പുറത്തേക്ക് പോകാൻ തുനിഞ്ഞ മകനെ ചേർത്ത് പിടിച്ച് ബെഡ്റൂമിലെത്തിക്കുമ്പോൾ പാവം ആ ഉപ്പയും നെഞ്ചു പൊട്ടിക്കരയുകയായിരുന്നു. മുസാഫർ ആ കൈകളിൽ കിടന്ന് കുതിറിക്കൊണ്ടേയിരുന്നു, എന്നെ വിടൂ, എനിക്കെൻ്റെ വീട്ടിൽ പോകണം. അവനെ കട്ടിലിൽ അടക്കിക്കൊണ്ട് കിടത്തുമ്പോഴും അവൻ പുലമ്പുന്നുണ്ടായിരുന്നു, എനിക്ക് പോകണം, എനിക്കെൻ്റെ മകളെ കാണണം, എൻ്റെ മൈമുന എനിക്ക് വേണ്ടി അവിടെ കാത്തിരിക്കുകയാണ്. പിന്നെ പതുക്കെ ശബ്ദം കുറഞ്ഞു വന്നു. മുസാഫർ പതുക്കെ ഉറക്കമായി. ആദിയോടെ ആ മകനെ നോക്കിയിരിക്കുന്ന 3 പേരുടെ കണ്ണിൽ നിന്നും കണ്ണീർത്തുള്ളികൾ മഴ പോലെ പെയ്തിറങ്ങിക്കൊണ്ടേയിരുന്നു. ഉറക്കം കഴിഞ്ഞ് നിൽക്കുമ്പോൾ എന്താകും അടുത്ത അവസ്ഥയെന്നോർക്കുമ്പോൾ എല്ലാവർക്കും നല്ല ഭയമുണ്ട്. മകളെയും ഭാര്യയും കാണാൻ പോകണമെന്ന് പറയുന്ന മകൻ അവരിനി ഈ ഭൂമിയിലില്ലെന്ന്
തിരിച്ചറിയുമ്പോൾ എന്തായിരിക്കും പ്രതികരണം? അറിയില്ല. ഉള്ളിലെ ആന്തലടക്കി ഓരോരുത്തരും സ്വയം തങ്ങളുടെ ലോകത്തിലേക്ക് ചേക്കേറി. നിശബ്ദത ആണ്ട് കിടക്കുന്ന മാളിയേക്കൽ തറവാട്. അവിടുത്തെ ഓരോ റൂമിൽ നിന്നും പുറത്തേക്ക് വീഴുന്ന കണ്ണീരിന് നനവുള്ള ചുടുനെടുവീർപ്പുകൾ മാത്രം. അത്രയ്ക്കും ആ തറവാടിനെ തകർത്ത് കളഞ്ഞു മൈമനയുടെയും കുഞ്ഞിൻ്റെയും മരണം. ഖദീജുമ്മ പിന്നെ മിണ്ടിയിട്ടില്ല. അടുത്ത ഷോക്ക് അവരുടെ ആരോഗ്യത്തെ, ജീവനെ തന്നെ ബാധിച്ചേക്കാമെന്ന് തോന്നി. അവരുടെ സംസാരശേഷി വീണ്ടും നഷ്ടമായി. പരസ്പരം എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ ഓരോ മനവും സ്വയം ഉരുകിക്കൊണ്ടേയിരുന്നു. ആ വീട്ടിൽ മൈമുനയുടെ കളിയും ചിരിയും മുഴങ്ങുന്ന പോലെ ഓരോരുത്തർക്കും തോന്നി. അടക്കിപ്പിടിച്ച നെടുവീർപ്പുകൾ ചിലപ്പോൾ കൈവിടുമ്പോൾ തേങ്ങലുകളായും പിന്നെ അത് പലപ്പോഴും ഉറക്കെയുള്ള പൊട്ടിക്കരച്ചിലുകളുമായി മാറി ആ വീടിനെ പിടിച്ചുലച്ചു കൊണ്ടേയിരുന്നു. അപ്പോഴും അവരെ ഓരോരുത്തരെയും നോക്കി ഒരു നനുത്ത പുഞ്ചിരിയോടെ മൈമുന ഭിത്തിയിൽ തൂങ്ങിയാടിക്കൊണ്ടേയിരുന്നു. ചെറിയ പ്രായത്തിൽ പൊലിഞ്ഞുപോയൊരു നക്ഷത്രമായി അള്ളാഹുവിൻ്റെ മൈലാഞ്ചിക്കാട്ടിൽ എല്ലാവരെയും തോൽപ്പിച്ച് കടന്നു ചെന്ന കിസ്മത്തിലെ നിലാവ് പോലെ അവളങ്ങനെ പുഞ്ചിരി പൊഴിച്ചു കൊണ്ടേയിരുന്നു. ബാക്കി നമുക്ക് നാളെ കേൾക്കാം. ഓക്കെ, ബൈ.